ആ ബാഗും ചുരുട്ടി. ഓക്കെ, അത്ര ദിനമാവുള്ളല്ലോ. അത്ര മതിയല്ലോ അല്ലേ? ഓക്കെ, ഏല് പുസ്തകട്ട ഖുർആന് മേലെ എൻ്റെ രൂപത്തിലൊക്കെ കേട്ടോ. പുസ്തകം അടിക്കൊക്കെ ഖുർആന് മേലെ. ഓക്കെ, ഇനി വലിച്ച് ടൈറ്റ് ആയിക്ക. ഇനി പുറത്ത് വെച്ചിട്ടാ അങ്ങനല്ല, ഖുർആന് പുറത്തേക്ക് വരണം ആ രൂപത്തിൽ. ഞാൻ തിരിഞ്ഞ അയ്യവ കറക്റ്റ് ആയില്ലേ? ഉഷാറല്ലേ? ഇനി ഫ്രണ്ട് കാണിച്ചാ. ഓക്കെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബാഗിൻ്റെ സ്റ്റിച്ചിങ് കൊണ്ടാണ്. ഈ മദ്രസക്ക് സ്കൂളൊക്കെ തുറക്കുകയാണല്ലോ. അപ്പോൾ മദ്രസക്ക് സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ലൈറ്റായിട്ട് വളരെ സിമ്പിളായിട്ട് അടിക്കാൻ പറ്റിയ ഒരു ബാഗ് കേട്ടോ. ഇത് 14 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് ജീൻസാണ് കേട്ടോ, തുണി ജീൻസിൻ്റെ 14 ഇഞ്ച് വീതിയും അതേപോലെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 32 ഇഞ്ച് നീളം 14 ഇഞ്ച് വീതിയുള്ള ഒരു ജീൻസിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് സെൻറ്ററാക്കി ഫോൾഡ് ചെയ്യണേ. ഓക്കെ, ഇത് സ്ട്രെച്ചാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ ഇവിടുന്ന് ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ഒരു 2.5 ഇഞ്ചോ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യണേ. ഓക്കെ, ഇതേപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യട്ടോ. അതേപോലെ ഇതുപോലെ ഉൾഭാഗത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കണ്ട് ചെറുതായിട്ട്, അതായത് നമുക്കവിടെ അതിൻ്റെ കയറിടാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതേപോലെ 4 സൈഡിലും സ്റ്റിച്ച് ചെയ്യട്ടോ. ഈ ഭാഗം അതായത് ഒരു 2-2.5 ഇഞ്ചോ അടിഭാഗത്തേക്ക് ഇറക്കിയിട്ട് ഇതുപോലെ അടിഭാഗത്തേക്ക് ഇറക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യട്ടോ. 2.5 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇതേപോലെ ഉൾഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ക്രോസിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ. ചെറിയൊരു ഓപ്പൺ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാണിക്കുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഉൾഭാഗത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കണ്ട് ചെറുതായിട്ട് ക്രോസിൽ അടിഭാഗത്തേക്ക് അടിച്ചെടുക്കുക. അതായത് ആ കയറിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഓപ്പൺ അടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ ഇതിൻ്റെ 4 ഭാഗത്തും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ 4 ഭാഗത്തും ഉൾഭാഗത്തേക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, 2-2.5 ഇഞ്ചിലൊക്കെ ഇതുപോലെ ഒരു ഓപ്പൺ അടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെ ഈ ഭാഗം അതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഇവിടെ ഫസ്റ്റ് ഒരു 1/4 ഇഞ്ചിലൊന്ന് ഫോൾഡ് ചെയ്യുക. ഇതുപോലെ 1/4 ഇഞ്ചിൽ ചെറുതായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് അടിഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്യുക. അതായത് അതിൻ്റെ അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ആ ബാഗിൻ്റെ കയറ് വെക്കുന്നത്. അപ്പോൾ അതിന് 2 കയറ് വരും ഒരു ഇതിനുള്ളിലൂടെ. അപ്പോൾ അതിന് ഗ്യാപ്പ് അനുസരിച്ച് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വീതി ഇട്ട് കൊടുത്താൽ മതി. 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഗ്യാപ്പ് ഒരു 1/2 ഇഞ്ച് വേണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഈ സൈഡ് ഫുള്ളായിട്ട് ഞാൻ ഈ ഓപ്പൺ വരെ സ്റ്റിച്ച് ചെയ്തു. ഓക്കെ, എക്സ്ട്രാ ഉള്ള നൂലുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗവും ഒരു 1/4 ഇഞ്ച് ഉൾഭാഗത്തേക്കൊന്ന് ഫോൾഡ് ചെയ്യുക. ഓക്കെ, ഉൾഭാഗത്തേക്ക് 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്ത് കണ്ട് ഒന്ന് നഖം കൊണ്ട് പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്ത് കണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. രണ്ടാമത് ഒരു 1/2 ഇഞ്ചിൽ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ മടക്കി വെച്ചിട്ട് അതിൻ്റെ ആ മടക്കിൻ്റെ ആ ഫോൾഡിങ്ങിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്കെങ്കിലും തരണം കേട്ടോ. ഓക്കെ, അങ്ങനെ ആ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ വരും. ഇതിനുള്ളിൽ ഓപ്പൺ ആണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിലൂടെ നമുക്കൊരു നൂലിടണം. അപ്പോൾ അതിൻ്റെ മുമ്പേ ഒരു 1.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, 1.5 ഇഞ്ച് വീതിയും ഒരു 4.5 ഇഞ്ച് നീളമുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, അതായത് ഒരു ലൂപ്പ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ ഐഡിയക്ക് വേണ്ടിയിട്ട് ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് അത് ഫോൾഡ് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു കയറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, 1.5 ഇഞ്ചോ 1 ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല വീതി.
നീളം ഒരു 4-4.5 ഇഞ്ചൊക്കെ മതി കേട്ടോ. ഓക്കെ, അതിന് ഒരു ഐഡിയക്ക് അനുസരിച്ച് എടുക്കുക. ഓക്കെ, ചെറിയൊരു പീസ് എടുത്തുകാണ്ട് ഒരു 1 ഇഞ്ച് വീതിയിലൊരു പീസ് എടുത്ത് ഇതുപോലെ അടിച്ചുകാണ്ട് അത് 2ആയി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ഇഞ്ച് നീളം ഉണ്ടാവും ആ പീസ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണേ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഓക്കെ, ഉൾഭാഗം ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ കറക്റ്റ് ഫോൾഡ് ചെയ്യുക. ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഈ ഓപ്പൺ ഇല്ലേ, ഇവിടെ ഈ 2 ഭാഗം ഒപ്പം വരണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഓപ്പൺ അടിച്ചിട്ടില്ല, ഫസ്റ്റ് അടിച്ചിട്ടില്ലേ, ആ ഓപ്പൺ ഒരു 2 ഇഞ്ചിൽ ആ ഓപ്പൺ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഈ ഓപ്പൺ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അടിയിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഓപ്പൺ അടിച്ച സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ചും കൂടെ അടിയിലേക്ക് ഇറക്കിയിട്ട് സൈഡിൽ കൂടെ ആണ് മൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സൈഡ് അടിക്കുകയാണ്, ഉൾഭാഗത്തേക്കാണ് ഇതിൻ്റെ തുമ്പൊക്കെ പോവുക, ഉൾഭാഗത്താണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഇത് അടിഭാഗം വരെ അടിക്കുക. അടിക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ ലൂപ്പില്ലേ, ഇത് കറക്റ്റ് സെൻറ്റർ ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കണ്ട് കറക്റ്റായിട്ട് സെൻറ്റർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കണ്ട് അതിൻ്റെ ആ ഫോൾഡിങ് ഉൾഭാഗത്തേക്ക് കയറി നിൽക്കേണ്ട രൂപത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കണ്ട് മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇതേപോലെ കേട്ടോ. ആ ഫോൾഡിങ് ബാഗിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് കറക്റ്റ് ആ ലൂപ്പിൻ്റെ 2 എൻഡിലും കൂടെ കൊള്ളേണ്ട രൂപത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഇതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ സൈഡും ആ ഓപ്പണിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി. ഒരു 1/2 ഇഞ്ച് തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് അടിഭാഗത്തേക്ക് വരുമ്പോൾ ഈ ലൂപ്പ് കറക്റ്റ് സെൻറ്റർ ഫോൾഡ് ചെയ്ത് ആ ഫോൾഡിങ് ബാഗിൻ്റെ ഉള്ളിലേക്ക് നിൽക്കേണ്ട രൂപത്തിൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് കണ്ട് ഇതുപോലെ അടിഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കണ്ടെടുക്കുക. ഓക്കെ, ടെക്സ്റ്റുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് ഈ ബാഗ് ഒന്ന് മറിക്കട്ടോ. ഇതിപ്പോൾ ഒരു ജീൻസിൻ്റെ ക്ലോത്ത് കൊണ്ടാണ്. അതുപോലെ പഴയ പാൻറ്റ് കൊണ്ട് പീസൊക്കെ ഉണ്ടാവും, പഴയ പാൻറ്റൊക്കെ ഉണ്ടാവും, ചെറിയ ഡാമേജൊക്കെ ആയിട്ട് ഒഴിവാക്കിയ ജീൻസിൻ്റെ പാൻറ്റുകൾ, അതുകൊണ്ടൊക്കെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഇത് മറിച്ചെടുത്താൽ ഇതുപോലെ വരും. ഇതിൻ്റെ അടിഭാഗത്തിൽ 2 ലൂപ്പ് വരുന്നുണ്ട്, നമുക്ക് കയറിടാനാണ്. ഓക്കെ, ഇവിടെ 2 ലൂപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെയും വരുന്നുണ്ട്. ആ ഓപ്പണൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിട്ടുകൊണ്ട് നമുക്ക് കെട്ടണം. ഓക്കെ, അതേപോലെ ഇവിടെയും ആ ഓപ്പണായി കിടക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കയറ് വെക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ ഓപ്പണാണ്. ഓക്കെ, ഇനി അതിനുള്ള ആവശ്യമുള്ള ഒരു കയർ എടുത്തിട്ടുണ്ട്. അതായത് ഒരു ചിരടാണ്, സിൽക്കിൻ്റെ ചിരട് കേട്ടോ, ബ്ലാക്ക് സിൽക്കിൻ്റെ ചിരടാണ് ഇത് സിൽക്കിൻ്റെ ചിരട് കേട്ടോ. ഓക്കെ, സിൽക്കാണ്. കോട്ടൺ എടുത്താൽ കറക്റ്റായിട്ട് നമ്മൾ വലിക്കുമ്പോഴൊന്നും അതിൻ്റെ ഫിനിഷിങ്ങിൽ കിട്ടില്ല. ഓക്കെ, 2 പീസ് എടുത്തിട്ടുണ്ട്. സിൽക്കിൻ്റെ ചിരട് 2 പീസാണത്. ഓക്കെ, ഇത് എത്രയാണ് നീളം എന്ന് വെച്ചാൽ ഒരു 1.30 ഉണ്ട് കേട്ടോ. 1.30 1.25 മതി. ഓക്കെ, അങ്ങനെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് കൂടെ ഈ ഓപ്പൺ അടിച്ചില്ലേ, ഇതിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്ത് കോർക്കണം. അതിനാണ് സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ എൻഡ് ഭാഗം ഞാൻ ഉരുക്കിയിട്ടുണ്ട് കേട്ടോ, ലേറ്റർ കൊണ്ട് ഉരുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ പിന്നി പോരും, സിൽക്കല്ലേ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ എൻഡിൽ ആ സേഫ്റ്റി പിന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇപ്പുറത്തേക്ക് എടുക്കുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കൊടുന്നാൽ മതി ഉള്ളിൽ കൂടെ. അത് എല്ലാവർക്കും അറിയേണ്ട സംഭവം തന്നെയാണ്. ഓക്കെ, ഇതേപോലെ അതിൻ്റെ ഉൾഭാഗത്ത് കൂടെ രണ്ടാമത്തെ സൈഡിലേക്ക് കൊണ്ടുവരും കേട്ടോ. ഓക്കെ, അങ്ങനെ ഈ രണ്ടാമത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇത് പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഈ ഭാഗത്തു കൂടെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇവിടേക്ക് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ചെയ്യണത് ഇതേപോലെ ഇങ്ങനെ മെല്ലെ കൊടുന്നാൽ മതി, അല്ലെങ്കിൽ ആ സേഫ്റ്റി പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പോരും. അപ്പോൾ ഓക്കെ, അതിൻ്റെ ലോക്കിംഗ് ഒക്കെ പൊട്ടുകാണ്ട് പോരും. ഇത് ജീൻസിൻ്റെ ക്ലോത്താണ്, നല്ല കട്ടിയുള്ള ക്ലോത്താണ്. അപ്പോൾ മെല്ലെ ഈ രണ്ടാമത്തെ സൈഡിൽ ഈ ഓപ്പൺ വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും 2 സൈഡിലേക്ക്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച പോലെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ 2ൻ്റെയും ഈ തല ഒപ്പം വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് വലിച്ചിട്ട് ഈ ഭാഗത്തേക്ക് വലിച്ചാൽ മതി. അപ്പോൾ ഒരേപോലെ വരും കേട്ടോ. അതിങ്ങനെ വന്നിട്ട് ഇതിലൂടെ എടുത്തിട്ട് ഇതിലൂടെ വന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇത് ഒരു കയറായി. ഇനി രണ്ടാമത്തത് ഇടുകയാണ്. അതിൻ്റെ തലയ്ക്ക് ഇതുപോലെ സേഫ്റ്റി പിന്ന് കൊളുത്തിയിട്ട് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ അതേപോലെ കേട്ടോ. ഇതിൻ്റെ രണ്ടാമത്തെ സൈഡിൽ നിന്ന് ഈ ഭാഗത്തുനിന്ന് അത് അവിടെ നിന്നാണ് തുടങ്ങിയത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് ഇതിലൂടെ ഈ രണ്ടാമത്തെ സൈഡിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ആദ്യം ഫസ്റ്റ് ഇട്ടില്ലേ അതിനെ നേരെ ഓപ്പോസിറ്റ് ഇടുക. ഓക്കെ, അങ്ങനെ 2 കയറും ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് സേഫ്റ്റി പിന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഭാഗം ഇതുപോലെ 2ഉം ഒപ്പം വെച്ച് കണ്ട് ഇവിടെ നിന്ന് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് ഈ ഭാഗം ഒന്ന് വലിച്ചാൽ മതി. അപ്പോൾ എല്ലാ 2 കയറും 2 എൻഡ് ഒരു കയറിൻ്റെ 2 ഭാഗം ഒരു ലെങ്ത്തിൽ തന്നെ കിട്ടും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ
അപ്പോൾ മനസ്സിലായല്ലോ, നിങ്ങൾക്ക് മനസ്സിലായില്ല അതിൻ്റെ ഉള്ളിലൂടെ എങ്ങനെയാണ് വെച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഈ കയറ് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഈ ലൂപ്പിൻ്റെ ഈ ഭാഗത്ത് കെട്ടിയിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇതേപോലെ 2 കയറും ഒന്നിനുള്ളിലൂടെ എടുത്താൽ മതി. എന്നിട്ട് ആ 2 കയറും കൂടെ ജോയിൻറ്റ് ചെയ്താൽ മതി അവിടെ. ഓക്കെ, ഇതേപോലെ ജോയിൻറ്റ് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ നല്ലോണം. അതേപോലെ തന്നെ ഇവിടെയും ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ആ 2 കയറും കൂടെ ജോയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. വളരെ ഈസിയാണ്. നമ്മളെ വീട്ടിലെ ഓൾഡ് ജീൻസ് പാൻറ്റുകളൊക്കെ ഉണ്ടാവും, അതുപോലെ അതൊക്കെ ഇതുപോലെ നമുക്ക് റീയൂസും ചെയ്യാം. അതേപോലെ ക്ലോത്തുകൾ ഉണ്ടാവും, വേസ്റ്റ് ക്ലോത്തുകൾ ഒക്കെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.